ഗ്രാമത്തിന് തിന്തുപറ്റി. കാണാൻ നല്ല സുന്ദര പ്രദേശം, പ്രകൃതി ഭംഗിയും ജൈവ വൈവിധ്യവും കൊണ്ട് സമ്പന്നമായ ഭൂമി. എന്നാൽ ഈ നാട് ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. പക്ഷികളുടെ ആത്മഹത്യാ മുനമ്പ് എന്നാണ് ഈ പ്രദേശം ഇപ്പോൾ അറിയപ്പെടുന്നത്. കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്ന ഈ പ്രതിഭാസം നടക്കുന്നത് ഏതെങ്കിലും വിദേശ രാജ്യത്തല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാരുടെയും പക്ഷിശാസ്ത്രജ്ഞരുടെയും ആഗോള ശ്രദ്ധ ആകർഷിച്ച ഒരു ചെറിയ ആദിവാസി ഗ്രാമമാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനമായ അസമിലെ ജതിങ്ക. സംസ്ഥാന തലസ്ഥാനമായ ഗുവാഹട്ടിയിൽ നിന്നും ഏകദേശം 300 കിലോമീറ്റർ അകലെയാണ് ഈ കൊച്ചു ഗ്രാമം. വർഷത്തിൽ ചിലപ്പോൾ ആഴ്ചകളോളം പക്ഷികൾ കൂട്ടത്തോടെ എത്തി ആത്മഹത്യ ചെയ്യുന്ന സ്ഥലമാണിത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് പക്ഷികൾ കൂട്ടത്തോടെ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യുന്നത്. അസമിലെ ദിമാ ഹസാവോ ജില്ലയിലാണ് ജതിങ്ക എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പും പ്രകൃതി ഭംഗിയും കൊണ്ട് ആരെയും ആകർഷിക്കുന്ന ഇവിടം പക്ഷികളുടെ മരണത്താഴ്വരയെന്നും അറിയപ്പെടുന്നുണ്ട്. എല്ലാ വർഷവും സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള സമയത്താണ് ഈ ഗ്രാമം വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. അതിന് കാരണം പക്ഷികളുടെ കൂട്ട ആത്മഹത്യ തന്നെയാണ്. വൈകിട്ട് 6 മുതൽ 9:30 വരെയാണ് പക്ഷികൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നതെന്നാണ് വിചിത്രമായ കാര്യം. തദ്ദേശീയ പക്ഷികൾ മാത്രമല്ല, ഇവിടെ എത്തുന്ന മിക്ക ദേശാടന പക്ഷികളും ആത്മഹത്യ ചെയ്യുന്നുണ്ടത്രേ. ഏകദേശം 40 തദ്ദേശീയവും ദേശാടന പക്ഷികളും ഈ കൂട്ടത്തിൽ ആത്മഹത്യയുടെ ഭാഗമാകുന്നുണ്ടെന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷികളുടെ ഈ അസാധാരണ സംഭവം കാരണം ഭൂമിയിലെ ഏറ്റവും വിചിത്രമായ സ്ഥലങ്ങളിലൊന്നായാണ് പലരും ജതിങ്കയെ കണക്കാക്കുന്നത്. ഈ അപൂർവ പ്രതിഭാസത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങളും ലഭ്യമാണ്. അസമിലെ മഞ്ഞുകാലമാണ് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങൾ. കനത്ത മൂടൽമഞ്ഞും മേഘങ്ങളും കാരണം ദിശാബോധം തെറ്റുന്ന പക്ഷികൾ വെളിച്ചം ലക്ഷ്യമാക്കി ഗ്രാമങ്ങളിലെ വീടുകളിലും മരങ്ങളിലും ചുമരുകളിലുമെല്ലാം ഇടിച്ചു വീഴുന്നുവെന്നാണ് കണ്ടെത്തൽ. കറുത്തവാവ് സമയത്തിൽ ഇതിന്റെ എണ്ണത്തിൽ വർധനവുണ്ടാവുന്നു. കാരണം ഈ ദിവസത്തിൽ അന്തരീക്ഷത്തിൽ തീരെ വെളിച്ചമില്ലാത്തതാണ് മരണസംഖ്യ കൂട്ടാൻ കാരണം. 100 വർഷം മുമ്പ് ആരംഭിച്ച ഈ പ്രതിഭാസത്തിന് ഇന്നും ജനങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. 40ഓളം തരത്തിലുള്ള പക്ഷികളെ ഇങ്ങനെ ആത്മഹത്യ ചെയ്ത രീതിയിൽ കാണപ്പെട്ടിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും അതിശക്തമായ കാറ്റും മഞ്ഞുമെല്ലാം പക്ഷികളുടെ ലക്ഷ്യബോധത്തെ ഇല്ലാതാക്കുന്നു. ഒന്നും മനസ്സിലാവാതെ വെളിച്ചം കണ്ടിടത്തേക്ക് പറന്ന് വീടുകളുടെ ഭിത്തിയിലും തൂണുകളിലുമെല്ലാം ഇടിച്ചു വീഴുന്നതാവാമെന്നാണ് ഗവേഷകർ പറയുന്നത്. പക്ഷികളുടെ കൂട്ട ആത്മഹത്യ കാണാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട്. എന്നാൽ വിനോദസഞ്ചാരികൾ പക്ഷികളെ ശല്യപ്പെടുത്തുന്നതും സ്ഥിതി കൂടുതൽ വഷളാക്കുന്നതിലും ഗ്രാമവാസികൾ ആശങ്കയിലാണ്. പക്ഷികളുടെ സംരക്ഷണത്തിനും ആളുകളെ ഈ പ്രതിഭാസത്തെക്കുറിച്ച് പറഞ്ഞു ബോധവൽക്കരിക്കാനും ഗവേഷകർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്.